മലയാള സിനിമയിലെ പിന്നണി ഗായികയും 2 ഗായകരും സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരെന്ന എക്സൈസ് യുവനടന്മാരിൽ പ്രമുഖരായ ഒരാളുടെ വാഹനത്തിൽ നിന്നും ലഹരി ഉപയോഗത്തിൽ തെളിവുകൾ എക്സൈസിന് കിട്ടി. നിലവിൽ 10-ലധികം ഗായകരാണ് എക്സൈസിന്റെ നിരീക്ഷണത്തിൽ ഉള്ളത്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേർന്നു. ശ്യാം, നല്ല കാര്യമാണ്, പക്ഷേ ഒരു പ്രമുഖ നടൻ, ഒരു മുൻനിര നടൻ എന്നൊക്കെ പറയുമ്പോൾ ഈ എക്സൈസിന്റെ ആ നീക്കങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് എത്തുമോ എന്നതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ശ്യാം, ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എക്സൈസിന്റെ കണ്ടെത്തലുകൾ, അത് അവരെ ചോദ്യം ചെയ്ത് തെളിവ് ശേഖരിച്ച് അത് രേഖപ്പെടുത്തുന്നത് വരെ നമുക്ക് ആ വിവരം പുറത്തുവിട്ട് കഴിഞ്ഞാൽ അത് നിയമപരമാകില്ല. ആ വിവരം എക്സൈസ് നിലവിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എക്സൈസിന്റെ പ്രാഥമിക അന്വേഷണത്തിലാണ് ഈ ആളുകളെയൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ ആളുകളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതാണ് എങ്കിൽ പോലും ഈ പേരുകൾ പറയാൻ നമുക്കും നിയമപരമായിട്ട് ഇപ്പോൾ സാധിക്കില്ല. പക്ഷേ അത് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അതിൻ്റെ നടപടികൾ സ്വീകരിക്കേണ്ടതും ആ പേരുകൾ പരസ്യപ്പെടുത്താനായിട്ട് വേണ്ട തെളിവുകൾ ശേഖരിച്ച് കൊണ്ടുവരേണ്ടതും എക്സൈസ് ആണ്. ഏതായാലും അവർ അത് ചെയ്യും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. നിലവിൽ എക്സൈസിന്റെ കണ്ടെത്തൽ പ്രകാരം ഒരു യുവനടന്റെ വാഹനത്തിൽ നിന്നുൾപ്പെടെയാണ് ആ ലഹരി വസ്തുക്കൾ, അതിൻ്റെ പരിശോധനയ്ക്ക് ആവശ്യമായ ലഹരി വസ്തുക്കൾ ലഭിച്ചത്. മറ്റൊരു പിന്നണി ഗായിക സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു ലഹരിയുടെ വക്താവാണ് എന്നുള്ളത് തന്നെയാണ് എക്സൈസ് പറയുന്നത്. ഒരു ഗായകനെ കുറിച്ചും എക്സൈസ് പറയുന്നുണ്ട്. ഇവരൊക്കെ സ്റ്റേജ് പരിപാടികൾക്ക് കയറുമ്പോൾ ഊർജ്ജം ലഭിക്കാൻ എന്ന പേരിലാണ് ഈ ലഹരി വസ്തുക്കൾ, നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവരിൽ പലരും ലഹരി വിരുദ്ധ പ്രചരണ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ വരുന്ന ആളുകളാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഏതായാലും ഈ പേരുകളൊക്കെ എക്സൈസ് ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയോട്